ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു ട്രാക്കിൽ കൂടിയാണ് ഇപ്പം നമ്മുടെ പത്തരമാറ്റ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവയാനിയും നയനയും തമ്മിൽ നല്ല സ്നേഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതുപോലെ കുറേ പേരെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നയനയ്ക്കാണെങ്കിൽ ആദ്യത്തെ ശമ്പളം ലഭിക്കുകയും ചെയ്തു. അത് ദേവയാനിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് അതൊക്കെ ഗോവിന്ദൻ്റെയും കനകയുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നുള്ള കാര്യം. അതിനൊക്കെ ശേഷം രണ്ടുപേരും കൂടെ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം ദേവയാനിക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ നയന. ഒരുപാട് സന്തോഷമാവാണ് ദേവയാനിക്ക്. അതോടൊപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പം അനാമികയും അസൂയ കൂട്ടങ്ങളും ഇതൊക്കെ അറിഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യത്തെ ശമ്പളം ആദർശ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് ശമ്പളമൊന്നും വേണ്ടായിരുന്നു ആദർശേട്ടാ. അപ്പോൾ പറയുന്നുണ്ട് അങ്ങനല്ല, താൻ ഇവിടെ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്. ഈ കമ്പനിക്ക് മൂലം ഒരുപാട് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനും അതുപോലെ അച്ഛനും ചെറിയച്ഛനും എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് ശമ്പളം വാങ്ങിയിട്ട് തന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെ നയനയുടെ ശമ്പളം ആദർശ കൈകളിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നയന പറയുന്നുണ്ട് അമ്മേ എനിക്ക് ശമ്പളം കിട്ടി എന്ന് പറയണം. അപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്കറിയാം, എന്നോട് ആദർശും ചേട്ടനും ഒക്കെ ഈ വിവരം പറഞ്ഞിരുന്നു. ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാതിരുന്നതാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട് അമ്മേ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമല്ലേ, ഇത് അമ്മയുടെ കൈ വെച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ് അതൊന്നും വേണ്ട, എൻ്റെ കയ്യിലല്ല ഈ ശമ്പളം നീ തരേണ്ടത്. നിന്നെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കിയ നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലാണ് ഇത് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ നയന പറയാണ് ഞാനിതൊന്നും കൊണ്ട് കൊടുത്താലും അവർ വാങ്ങില്ല, അവരതിന് സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ പ്രാവശ്യം ഏതായാലും നിനക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതല്ലേ, അത് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ ഏതായാലും നമുക്കൊരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നീ അച്ഛനെയും അമ്മയും കാണാൻ പോയിക്കോളൂ, അതിനുശേഷം തിരിച്ചു വന്ന് നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിയും നയനയും കൂടി ഒരു കാവിലേക്ക് പോവാണ്. പ്രായശ്ചിത്ത പൂജയൊക്കെ നടത്തുന്ന ഒരു കാവാണ് കേട്ടോ. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി പ്രായശ്ചിത്ത പൂജ നടത്തി കഴിഞ്ഞാൽ ആ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെടുമെന്നൊക്കെയാണ് പറയുന്നതെന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പം നയനയും പറയുന്നുണ്ട് എനിക്കും അറിയാം, ഞാനും നേരത്തെ ഈ കാവിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഞങ്ങളും എല്ലാ മാസവും ഇവിടെ വരാറുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് ദേവയാനി അവിടെ ചെന്ന് പൂജയൊക്കെ നടത്തുകയാണ് കേട്ടോ. നയനയോട് ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി പൂജ നടത്തുന്നത്. ദേവയാനിയുടെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നയനയും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പ്രാർത്ഥിച്ച് പരസ്പരം പ്രസാദമൊക്കെ തൊട്ടു കൊടുത്തിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കനക കാണുകയാണ്. കനകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അവിടെ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്, ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? ദേവയാനി നയനി ഒന്നിച്ച് അമ്പലത്തിൽ വരുമോ? രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലുമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക വിചാരിക്കുകയാണ്. അപ്പം കനക അവിടെ ഒളിച്ചു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പം നല്ല സ്നേഹത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേവയാനി നയനയുടെ കയ്യിലൊക്കെ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ കനക കാണുകയാണ്. അത് കഴിഞ്ഞ് അവർ പോകുന്ന പുറകെ കനക പോവാണ്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാണെന്നുള്ള വിവരം കനക മനസ്സിലാക്കുകയാണ്. കനക ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കനകയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാവാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നാണ് തോന്നുന്നത്. നയന മോളാണ് ദേവയാനിക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരം ദേവയാനി അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത്. എന്തായാലും പിന്നെ നയന ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മയ്ക്ക് തന്നോടുള്ള ദേഷ്യം മാറിയെന്നൊന്നും അവൾ പറഞ്ഞില്ല. അപ്പോൾ ശരിക്കും എല്ലാവരെയും പൊട്ടം കളിപ്പിക്കുകയായിരിക്കും. രണ്ടുപേരും കൂടി ആ വീട്ടിലുള്ളവരെയും ഈ വീട്ടിലുള്ളവരെയും എല്ലാവരെയും കുരങ്ങ് കളിപ്പിക്കുക എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ കനകയുടെ അടുത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കനക ഇത് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇനിയിപ്പോൾ കനക വരച്ച വഴി കൂടെ വരും ദേവയാനി നയനി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം അമ്പലത്തിൽ നിന്നൊക്കെ കയറി കഴിയുമ്പം ദേവയാനി നയനിയോട് പറയുന്നുണ്ട് ഇനി നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, വീട്ടിൽ പോയി ഈ കിട്ടിയ ശമ്പളത്തിന് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവോ, അവരെ ഏൽപ്പിക്കുകയോ ചെയ്തോ. അതിനൊക്കെ ശേഷം അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം കേട്ടോ. ഒരുപാട് സമയമൊന്നും അവിടെ നിന്ന് സമയം കളയരുത്. വന്നിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ. അത് കഴിഞ്ഞ് ആരും അറിയാത്ത പോലെ വീട്ടിലേക്ക് ചെന്ന് കയറുകയും ചെയ്യണം. അപ്പോഴേക്കും നയന പറയാണ് ശരി ശരി എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി നേരെ പോവുകയാണ് കേട്ടോ നന്ദാവനത്തിലേക്ക്. അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോൾ നയന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. കനകയ്ക്കും ഗോവിന്ദനും ഓരോ ജോഡി ഡ്രസ്സും നന്ദുവിനുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിയാണ്
പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചെന്ന് ഇറങ്ങുകയാണ് നയന. അപ്പോൾ വാതിൽക്കൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ കനക. കനക ചോദിക്കുക, എന്താ മോളെ നീ ഇപ്പോൾ പ്രത്യേകിച്ച് വന്നത്? എന്താ നിന്റെ കയ്യിലൊക്കെ? നീ നല്ല സന്തോഷത്തിലാണല്ലോ. അപ്പോഴേക്കും നയന പറയാൻ, അതേ അമ്മേ, ഒരു വിശേഷമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാം. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടി, നല്ലൊരു തുക തന്നെ കിട്ടിയിട്ടുമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കനക പറയാണ്, നല്ല സന്തോഷമായല്ലോ, നീ ഒരു ശമ്പളക്കാരിയായല്ലോ, നിനക്ക് അത്യാവശ്യം സ്വന്തം കാര്യം നോക്കാൻ ഒരു ശമ്പളമൊക്കെ ആയില്ലേ, അതൊക്കെ സന്തോഷമുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് നയന ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കനകയുടെ കയ്യിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അമ്മയ്ക്കൊരു സാരിയാണ്, ഇത് അച്ഛനുള്ളതാണ്, ഇത് നന്ദുവിനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ഇതൊന്നും വാങ്ങി പണം കളയണ്ടായിരുന്നു, ഇപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഇവിടെ ഇല്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഇത് വാങ്ങിയത്? അപ്പം നയന പറയാൻ, അതെന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി തന്നാൽ അത് അധികം പറ്റാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ ഒരു സന്തോഷമല്ലേ, അപ്പോൾ ഇതങ്ങ് സ്വീകരിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കുകയാണ്. അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമായി മോളെ, നിന്നെ ഇങ്ങനെ സന്തോഷിച്ചും ചിരിച്ചും ഒക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചവരാ ഞങ്ങൾ എന്ന് പറയാ. അപ്പോൾ കനകയും പറയാണ്, ദേവയാനി നിന്നോട് എന്ത് പറഞ്ഞു? ഈ ശമ്പളം കിട്ടിയിട്ട് നീ ദേവയാനി ഏൽപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അമ്മയോട് പറഞ്ഞതാ ഈ ശമ്പളം അമ്മ കൈ വെച്ചോളാൻ. പക്ഷെ അമ്മ പറഞ്ഞു, അത് അമ്മയല്ല കൈ വെക്കേണ്ടത്, നിങ്ങളെ രണ്ടുപേരെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ബാക്കി പണമുണ്ട്, ഇത് നിങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയണം, അയ്യോ വേണ്ട, ഇതൊന്നും ഇവിടെ വേണ്ട മോളെ എന്ന് പറയാണ്. അപ്പം നയന പറയാം, അതെന്താ അച്ഛാ, എനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പം അത് നിങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമല്ലേ. അപ്പം ഗോവിന്ദൻ പറയാണ്, അത് നിൻ്റെ സന്തോഷമൊക്കെ ആയിരിക്കും മോളെ, പക്ഷേ ഈ പണത്തിന് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം നീ തന്നെ കൈ വെച്ചു, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സാധനങ്ങൾ നീ വാങ്ങിക്കൊണ്ട് വന്നില്ലേ, അത് തന്നെ വലിയ കാര്യം, വലിയ സന്തോഷം എന്ന് പറയാണ്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ മോളെ, നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് പണത്തിനോടൊക്കെ ഒരുപാട് ആർത്തി ഉണ്ടായിരുന്നു, അപ്പോഴാണെങ്കിൽ ഞാനിതങ്ങ് പിടിച്ചു വാങ്ങിയേനെ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ, സന്തോഷം ഈ പണത്തിലൊന്നും അല്ല ഉള്ളതെന്നുള്ള കാര്യം എന്ന് പറയാണ്. എന്നിട്ട് കനക അർത്ഥം വെച്ച് ചോദിക്കുകയാണ്, മോളെ, ദേവയാനിക്കിപ്പം നിന്നോട് സ്നേഹമൊക്കെയാണോ അതോ പഴയതുപോലെ കുശുമ്പും പോരുമൊക്കെ? അപ്പം നയന പറയാണ്, സ്നേഹമൊക്കെ ഉണ്ട് അമ്മയ്ക്ക്, പക്ഷേ അമ്മ പുറത്തതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തന്നെയാണ്. അപ്പോൾ നീയാണ് കരൾ തന്നതെന്നുള്ള വിവരം ദേവയാനെ അറിഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? അപ്പോൾ നയന പറയാണ്, എവിടുന്ന്? അതൊന്നും അറിഞ്ഞിട്ടില്ല, ഇന്നും കൂടി അമ്മ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന്. എന്നോടൊരു മാറ്റവും ഇല്ല, പഴയതിനും കഷ്ടമായിപ്പം എന്നൊക്കെ നയന പറയാണ് കനകയോട്. അപ്പോൾ കനക എടുത്ത് ചോദിക്കുകയാണ്, അപ്പം നിന്നോട് സംസാരിക്കാറൊന്നുമില്ല ദേവയാനി, നീയുമായിട്ടൊന്നും പങ്കുവയ്ക്കാറുമില്ല? വല്ലപ്പോഴും ഒന്ന് ദേഷ്യപ്പെടാൻ മാത്രം സംസാരിക്കുമെന്നല്ലാതെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരടുപ്പവും ഇല്ല. അപ്പോൾ കനക പറയാണ്, അമ്പടി കള്ളി, അപ്പം ഞാൻ എൻ്റെ രണ്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ കണ്ടതെന്താ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കനക. അതിനുശേഷം എല്ലാം അവിടുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ ഇന്ന് പോകേണ്ട മോളെ, ഇന്ന് നീ ഇവിടെ നിൽക്ക്. അപ്പം നയന പറയാണ്, അതൊന്നും പറ്റില്ല അച്ഛാ, ഇന്ന് തന്നെ എനിക്ക് പോകണം, ഞാൻ ചായ കുടിച്ചിട്ട് ഉടനെ ചെല്ലണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ കനക ചോദിക്കുക, അതെന്താ ദേവയാനി ചായ കുടിച്ചിട്ട് ഉടനെ ചെല്ലണം എന്ന് പറഞ്ഞത്? അതറിയില്ലമ്മേ, അമ്മയ്ക്ക് എവിടെയോ പോകണം, എന്തൊക്കെയോ ഷോപ്പിങ്ങോ മറ്റോ ഉണ്ട്, അതിന് ഞാനും കൂടി കൂട്ടി ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പം നിന്നെ കൂട്ടുകൂട്ടി കൊണ്ടുപോകാനൊക്കെ തുടങ്ങി ദേവയാനി അല്ലേ? അപ്പോഴേക്കും പറയാണ് നയന, അതുകൊണ്ടൊന്നും അല്ല, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്നെ വിളിച്ചതാ, അല്ലാതെ ഒരു അടുപ്പവും എന്നോടില്ല, പഴയതുപോലൊക്കെ തന്നെയാ അമ്മേ, ഇതെല്ലാം മാറുമായിരിക്കും എന്നൊക്കെ നയനയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയന അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോയിൽ ദേവയാനി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ പോയിട്ട് എന്താ, സന്തോഷമായോ അമ്മയ്ക്കും അച്ഛനും? സന്തോഷമായി, ഞാൻ അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പണം കയ്യിലേക്ക് കൊടുത്തിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഇത് അമ്മയെ ഏൽപ്പിക്കാനാണ് അച്ഛൻ പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങൾക്ക് ചിലവാക്കിക്കോളാൻ, അവിടെ ഇപ്പോൾ ഈ പണത്തിൻ്റെ ആവശ്യമില്ലെന്ന് അവർ രണ്ടുപേരും പറഞ്ഞേ എന്ന് പറയാണ്. എന്നാ വാ, നമുക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോവാം, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്, നീയും കൂടി ഉണ്ടെങ്കിൽ ഒരു കൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നിന്നത്. നിനക്കാണെങ്കിൽ നല്ല ഡ്രസ് സെൻസും നല്ല കളർ സെൻസും ഒക്കെ ഉണ്ട്,
നല്ല പാറ്റേണും ഡിസൈനും ഒക്കെ കണ്ടാൽ നിനക്കറിയാമല്ലോ, അതുകൊണ്ടാണ് നിന്നെയും കൂട്ടിക്കൊണ്ട് പോയേക്കാം എന്ന് വിചാരിച്ചത്. അപ്പം നയന പറയാ, ശരിയാ, ആരെങ്കിലും അവിടെ വെച്ച് നമ്മളെ കാണുമോ വാ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, കണ്ടാലെന്താ, നമ്മൾ ഒരുമിച്ച് പോകാൻ മേലെന്നൊന്നും ഇല്ലല്ലോ, ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് അല്ലെങ്കിലും വീട്ടിൽ പറയും എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ടെക്സ്റ്റൈലിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ കുറേ സാരികളൊക്കെ സെലക്ട് ചെയ്യുകയാണ്. ദേവയാനി ഓരോ സാരി എടുത്തിട്ട് നയനയെ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നല്ല ഭംഗിയുണ്ട്, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ മോളെ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, നല്ലതാണ്, അല്ലെങ്കിലും അമ്മയുടെ സെലക്ഷൻ എല്ലാം നല്ലതാണ്, അമ്മയുടെ സാരികൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അമ്മ ഈ സാരി സെലക്ട് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന്. അതുപോലെ തന്നെ അമ്മയുടെ ഓർണമെൻറ്റ്സ് എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നേ. അപ്പോൾ ദേവയാനി പറയാണ്, ആണല്ലോ, നിൻ്റെ സെലക്ഷനോളം വരില്ല മോളെ എൻ്റെ സെലക്ഷനൊന്നും എന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം സോപ്പിട്ട് നിന്ന് പരസ്പരം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സാരിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. നയനയ്ക്ക് കുറേ സാരികൾ ദേവയാനി സെലക്ട് ചെയ്യാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും സാരി നിനക്കുള്ളതാണെന്ന് പറയുക. അപ്പം നയന ചോദിക്കുക, എന്തിനാമേ ഇത്രയും സാരിയൊക്കെ എനിക്ക് ഈ സാരിയൊന്നും വേണ്ട, ഇപ്പം തന്നെ ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം നിനക്ക് കുറച്ച് സാരിയോ ഡ്രസ്സോ ഒക്കെ സെലക്ട് ചെയ്ത് തരണം എന്നുള്ളത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളൊക്കെ ആയിട്ടും എന്നെക്കൊണ്ട് അതൊന്നും സാധിച്ചില്ല, ഇപ്പം എൻ്റെ ആഗ്രഹമെങ്കിലും ഞാൻ നിറവേറ്റിക്കോട്ടെ മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് സാരിയൊന്നും എടുക്കുന്നില്ലേ, എടുക്കണം, നീ തന്നെ അതെല്ലാം സെലക്ട് ചെയ്ത് തരണം എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പോയിട്ട് ഒരു സാരി വാങ്ങുകയാണ്. ഒരു നല്ല കളറ് സാരിയാണ് കേട്ടോ. അത് കൊണ്ടുവന്നിട്ട് ദേവയാനിയോട് പറയാണ്, അമ്മേ ദേ ഈ സാരി കണ്ടോ, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഇഷ്ടപ്പെട്ടു, നല്ല ഡിസൈനാണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി കളറും, ഇതങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ലാത്ത ഒരു കളറാണ്, നല്ല കളറാണ്, നീ അല്ലെങ്കിലും നല്ലതല്ലേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നയന പറയാണ്, നല്ല കളറാണ്, അമ്മയ്ക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്, എന്താ ഈ സാരി ഞാൻ അമ്മയ്ക്ക് വാങ്ങി തരട്ടെ എന്ന് ചോദിക്കുക. അപ്പം ദേവയാനി പറയാണ്, നീ എനിക്ക് സാരി വാങ്ങിയൊന്നും തരണ്ട മോളെ എന്ന് പറയുമ്പം പറയാണ്, അല്ലമ്മേ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി തരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമല്ലേ, അപ്പോൾ ഈ സാരി ഞാൻ അമ്മയ്ക്കായിട്ട് വാങ്ങിയതാ, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറ. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ദേവയാനി ആ സാരി അങ്ങ് വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയാണ്, നല്ല ഭംഗിയുള്ള സാരി, എന്തായാലും നിൻ്റെ സെലക്ഷൻ അല്ലേ, ഒട്ടും മോശമാവില്ല. അന്ന് നീയും ആദർശം കൂടെ ഹണിമൂണിന് പോയിട്ട് വന്നപ്പോൾ ഒരു സാരി കൊണ്ടുവന്നില്ലേ, അത് നിൻ്റെ സെലക്ഷൻ അല്ലായിരുന്നോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാരി അത്, ഈ പറഞ്ഞ സാരി അതുപോലെ തന്നെ നിൻ്റെ സെലക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇനി മോശമായാലും അല്ലെങ്കിലും നീ എനിക്ക് എന്ത് വാങ്ങിത്തന്നാലും എനിക്ക് നിധി പോലെയാണ് മോളെ ഇപ്പോൾ എന്നൊക്കെ പറയാണ്. എന്നിട്ട് നയനയുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. അതേസമയം ദേവയാനിക്ക് കുറേ സാരികൾ നയനി സെലക്ട് ചെയ്യുന്നു, നയനിക്ക് കുറേ ഡ്രസ്സുകൾ ദേവയാനി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വമ്പൻ ഷോപ്പിംഗൊക്കെ രണ്ടുപേരും നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ അനാമികയും അതുപോലെ ജാനകിയും ദേവ് ഒക്കെ കൂടി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ദേ അമ്മായിയമ്മ ഇവിടുന്ന് പോയിട്ടുണ്ട്, മരുമളയും കൂട്ടിക്കൊണ്ടായിരിക്കും പോയിരിക്കുന്നത്, നയന ഓഫീസിലേക്കാണെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്, പക്ഷേ ഏടത്തി എങ്ങോട്ടാണെന്ന് അറിയില്ല, ഏടത്തി ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ ആരോടും ഒന്നും പറയാറില്ല, എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ വരുന്നതെന്നുള്ള കാര്യമൊന്നും എന്ന് പറയാണ്. അപ്പം ജാനകിയും പറയാ, ശരിയാ, രാവിലെ പോയതാ ഏടത്തി, എവിടെയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല, നയനിയുമായിട്ടാണോ ഈ കറങ്ങാൻ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനാമിക പറയാ, ഏയ് അങ്ങനൊന്നും വല്യമ്മ ചെയ്യില്ല, അവൾ ആദർശേട്ടൻ്റെ കൂടെ ഓഫീസിലേക്കല്ലേ പോയത്, പിന്നെ വല്യമ്മയുടെ കൂടെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ ജലജ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി രണ്ടുപേരും കൂടെ ഒന്നിച്ച് കണ്ടുമുട്ടി പോയെങ്കിലോ, ഇപ്പോഴും എന്തൊക്കെയോ മാറ്റം ഇടത്തിക്കണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ദേവയാനി വരുന്നത്. ദേവയാനിയാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്ന് കയറുന്നത്. ഇതെല്ലാം വന്ന് കയറുന്ന കാണുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുകയാണ് ജലജ. എന്നിട്ട് ചോദിക്കുകയാണ്, ഏടത്തി ഇത് എവിടെയായിരുന്നു ഇത്രയും സമയം, ഞങ്ങൾക്ക് ഓർത്തു ഏടത്തി എവിടെയാണെന്ന്, ഫോൺ വിളിച്ചിട്ട് കൂടെ ഏടത്തി എടുക്കുന്നുണ്ടായിരുന്നില്ല, ഇവിടെ ആരോടും പറഞ്ഞില്ല. അപ്പോൾ ദേവയാനി പറയണം, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴേക്കും ജലജ പറയാണ്, അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, അമ്മ ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളെല്ലാം അല്ലെങ്കിലും ഒന്നും അറിയണ്ടാത്തവരായിരിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും
അങ്ങോട്ട് വരികയാണ് മുത്തശ്ശി. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ ദേവയാനി, നീ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നോ? നീ നയന മോളെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, ആ കണ്ടു, അവളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അനാമിക ചോദിക്കുക, എന്താ വല്യമ്മേ, അവളും ഉണ്ടായിരുന്ന വല്യമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന്? എന്നിട്ട് അവളെവിടെ? അവൾ തിരിച്ച് ഓഫീസിലേക്ക് പോയി. അതെന്താ വല്യമ്മേ, ഷോപ്പിങ്ങിന് പോയപ്പം അവളെയും കൂട്ടിക്കൊണ്ട് പോയത്? അപ്പോഴേക്കും ദേവയാനി പറയാണ്, പിന്നെ എന്ത് ചെയ്യണം ഞാൻ? എനിക്ക് കുറച്ച് സാരികളൊക്കെ വാങ്ങണമായിരുന്നു. അത് വാങ്ങണമെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് പോകാതെ പിന്നെ ഞാൻ തന്നെ പോയിട്ട് കാര്യമുണ്ടോ? അവൾക്കാവുമ്പോൾ നല്ല ഡിസൈനുകളും നല്ല കളർ സെൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല സാരികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് അവളെ വിളിച്ചു വരുത്തി കുറച്ച് സാരികൾ എടുത്തു. അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ലല്ലോ. അവൾ എന്നെ ഒന്ന് സഹായിച്ചു, അത്രേ ഉള്ളൂ. അതിനുശേഷം തിരിച്ച് ഞാൻ അവളെ ഓഫീസിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുമുണ്ട് എന്ന് പറയാണ്. അപ്പം അനാമിക പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് പോയപ്പം എന്നോട് കൂടി ഒന്ന് പറയായിരുന്നു. എനിക്കെന്താ വല്യമ്മേ, കളർ സെൻസും ഒന്നും ഇല്ലേ? ഞാൻ വന്ന് വല്യമ്മയ്ക്ക് നല്ല രണ്ടുമൂന്ന് സാരി സെലക്ട് ചെയ്ത് തന്നേനല്ലോ. അതെന്താ വല്യമ്മേ വേണ്ടെന്ന് പറഞ്ഞത്? അപ്പം ജലജയും പറയാണ്, അതെ, അവൾക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളെന്ന് തോന്നുന്നു ആനന്ദപുരിയിൽ നല്ല സെലക്ഷൻ. നമ്മളൊക്കെ ഇതിലൊന്നും പെടുന്നതല്ലായിരിക്കും. നേരത്തെ ഏടത്തി ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പം എന്നെയും കൂട്ടാറുണ്ട്. ഞാൻ എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ വളരെ നല്ലതാണെന്ന് ഏടത്തി പറയാറുമുണ്ട്. എന്നിട്ടിപ്പം നയന, അവളെയും കൊണ്ട് മാത്രമേ പോവുള്ളൂ ഏടത്തി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയാ, എൻ്റെ പൊന്നു ജലജെ, അവളെ കൊണ്ട് പോയി കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. അല്ലാതെ അവളോട് എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവളെ കൊണ്ട് ചക്കാത്തിന് അങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കാതെ എന്ന് പറയണം. എന്നിട്ട് ദേവയാനി അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ദേവയാനി, നീ നയനമോളെ കൂട്ടിക്കൊണ്ട് തന്നെയല്ലേ പോയത്? അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി, അതേ അമ്മേ, അവളെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. നയനമോക്കിന്ന് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ ദിവസമല്ലേ? അപ്പോഴേക്കും ഉടനെ പറയാണ് ദേവയാനി, അതെ, ആദർശ് എന്നോട് പറഞ്ഞിരുന്നു അവൾക്കിന്ന് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ ദിവസമാണെന്ന് എന്ന് പറയാണ്. അപ്പം ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരികയാണ് ജാനകി അനാമികയും കൂടി. ജാനകി പറയാണ്, ഓഹോ, അവൾക്ക് ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലേ? ആദ്യത്തെ ശമ്പളം എത്ര ലക്ഷം രൂപയാണ് അവൾക്ക് കമ്പനി കൊടുക്കുന്നത്? ഇവിടെ ബാക്കിയുള്ള ആർക്കും ശമ്പളമൊന്നുമില്ല. അവൾക്ക് ശമ്പളം കിട്ടി, അതിൻ്റെ ആഘോഷത്തിന് പോയതാണോ ഏടത്തി അവളെയും കൂട്ടിക്കൊണ്ട്? അപ്പോൾ ദേവയാനി പറയാണ്, നീ എഴുതാപ്പുറം വായിക്കേണ്ട ജാനകി. അവൾ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് അവൾക്ക് കമ്പനിയിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന അതങ്ങനെയല്ലേ? ആദർശും അനിയും അജയേട്ടനും അജയനും ഒക്കെ അങ്ങനെ ശമ്പളം എഴുതി വാങ്ങുന്നില്ലേ? അഭി പോലും ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ജലജ വരികയാണ്. അതെന്താ അഭി പോലും ശമ്പളം എഴുതി വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത്? അഭിക്കല്ലേ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറവ് ശമ്പളം കൊടുക്കുന്നത്? നക്കാപ്പിച്ച പോലെ എന്തെങ്കിലുമല്ലേ അവന് കൊടുക്കുന്നത്? മറ്റുള്ളവർക്കല്ല അവനേക്കാളും കൂടിയ ഗ്രേഡും അവനേക്കാളും കൂടിയ ശമ്പളവും ഉണ്ട്. എന്നിട്ട് പിന്നെ അഭി ശമ്പളം വാങ്ങിക്കുന്നതിന് മാത്രം എന്തേ കണക്ക്? അപ്പോൾ ദേവയാനി പറയാണ്, ജലജെ, ഞാൻ കണക്ക് പറഞ്ഞതൊന്നുമല്ല. അഭിക്ക് വരെ ശമ്പളം കൊടുക്കുന്നുള്ളപ്പോൾ പിന്നെ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറായ നയനയ്ക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി പറഞ്ഞതിന് ശേഷം റൂമിലേക്ക് കയറി പോവാണ് ദേഷ്യത്തോടെ. ഇവർ 3 പേരും അവിടെ ഇങ്ങനെ നിൽക്കുക. ദേവയാനി റൂമിൽ ചെന്ന് കഴിയുമ്പം കൊണ്ടുവച്ചിട്ടുള്ള സാരികളെല്ലാം എടുത്ത് തിരിച്ച് മറച്ചും ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഇരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നയനെ ഇങ്ങനെ ആ സാരിയൊക്കെ ഉടുത്തിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ ദേവയാനിക്ക് തോന്നുകയാണ്. ദേവയാനി ഓരോ പ്രാവശ്യവും അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് മനസ്സിൽ. അങ്ങനെ നയന വാങ്ങിച്ചു കൊടുത്ത ആ സ്പെഷ്യൽ സാരി അതെടുത്ത് ദേവയാനി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഉടുത്തൊക്കെ നോക്കുകയാണ്. ദേഹത്തിങ്ങനെ വച്ചും എടുത്തും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ അനാമിക ദേവയാനിയുടെ മുറിയിലേക്ക് വന്ന് നോക്കുന്നത്. എന്നിട്ട് വാതൊക്കെ വന്ന് നിന്നിട്ട് അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തുമാത്രം സാരിയാണ് ഈ വല്യമ്മയ്ക്ക്, ഇതെല്ലാം കൂടി ഇവരെന്ത് കാണിക്കാനാ? നോക്കിക്കേ, ഒന്നിനൊന്നും മെച്ചം. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഒരെണ്ണം വാങ്ങിത്തരാൻ അവർ മെനക്കെടുകയില്ല. അതെങ്ങനെയാ? സ്വന്തം മരുമോക്ക് പോലും അവർ ഒരെണ്ണം വാങ്ങിക്കൊടുക്കുകയില്ല. ഇത് കണ്ടോ സാരി? അപ്പോഴാണ് കേട്ടോ ദേവയാനി നയന വാങ്ങിക്കൊടുത്ത ആ സ്പെഷ്യൽ സാരി എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മനസ്സിലിങ്ങനെ പറയാണ്, അതെ മോളെ, നീ എനിക്ക് വാങ്ങിത്തന്ന സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ടാണ് മോളെ ഞാനിത് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കുമാണ് അകത്തേക്ക് കയറി വരികയാണ് അനാമിക. എന്നിട്ട് പറയാ, ആഹാ വല്യമ്മേ, കൊള്ളാമല്ലോ ഈ സാരിയൊക്കെ, ഈ സാരി നല്ല രസമുണ്ട്, ഇതൊന്നും ഇങ്ങനെ കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് നയന വാങ്ങിക്കൊടുത്ത ആ സാരി വലിച്ചു പിടിച്ച് വാങ്ങുകയാണ് കേട്ടോ
അനാമിക. അപ്പോൾ അത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയാ, ആ സാരി ഞാൻ തന്നേ അനാമികെ, എന്തിനാ നീ അത് എടുത്തത്? അപ്പോഴേക്കും അനാമിക പറയാൻ, അതെന്താ വല്യമ്മേ, ഈ സാരി ഞാനൊന്ന് നോക്കട്ടെ, നല്ല രസമുണ്ട്, ഇതെനിക്കൊന്ന് ഉടുക്കാൻ തരുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്ക് ദേവയാനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നയന വാങ്ങിക്കൊടുത്ത സാരിയല്ലേ, സ്പെഷ്യലല്ലേ. ദേവയാനി അതിങ്ങ് പിടിച്ച് വാങ്ങുക. എന്നിട്ട് പറയാം, നീ ഇതിലേതെങ്കിലും സാരി എടുക്കാൻ അനാമികയെ, അതിങ്ങോട്ട് താ, അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വാങ്ങിത്തന്ന സാരിയാ. അപ്പോൾ അനാമിക ചോദിക്കുക, അതാരാ വല്യമ്മേ ആ വേണ്ടപ്പെട്ട ആള്? ഇനി നയനെങ്ങാനും സെലക്ട് ചെയ്ത് വാങ്ങിത്തന്ന സാരി ആയിരിക്കും അല്ലേ? അതാണോ വല്യമ്മയ്ക്ക് ഇത് സ്പെഷ്യൽ? അപ്പം പെട്ടെന്ന് ദേവയാനി പറയാണ്, അവൾ വാങ്ങിത്തന്ന സാരിയോ? ഇതോ? അവളെനിക്ക് സാരിയൊന്നും വാങ്ങി തന്നിട്ടൊന്നുമില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാരിയാ, ഇതിപ്പം നീ എടുക്കണ്ട, ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ സാരി അനാമികയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അനാമികയോട് പറയാം, നീ ഇപ്പോൾ പുറത്തോട്ട് പൊക്കേ, ഒരാളുടെ റൂമിലേക്ക് ഇങ്ങനെ വന്ന് കയറേണ്ട കാര്യമുണ്ട് അനാമികയെ. അനാമിക ആകെപ്പാടെ വല്ലാണ്ടാവുകയാണ് കേട്ടോ. അനാമികയ്ക്ക് അപ്പോൾ ദേവയാനിയോടുള്ള ദേഷ്യം അങ്ങ് കൂടുകയാണ്. നയനയും ദേവയാനിയും കൂടി ഇനിയിപ്പം ഉള്ള കള്ളക്കളികളൊക്കെ അനാമിക തന്നെ പൊളിച്ചടക്കാൻ പോവാണ്. അനാമിക ഇനി എപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്